ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 15,000 പ്രവാസികളെ സൗദി അറേബ്യ നാട് കടത്തിയിരിക്കുകയാണ്. നിയമലംഘനത്തിന്റെ പേരിൽ പിടികൂടപ്പെട്ടവരെയാണ് നാട് കടത്തിയിരിക്കുന്നത്. ശക്തമായ തിരച്ചിലാണ് സൗദിയുടെ എല്ലാ ഭാഗത്തും നടക്കുന്നത്. താമസ തൊഴിൽ അതിർത്തി നിയമലംഘകരെ ലക്ഷ്യമിട്ടുള്ള രാജ്യവ്യാപകമായ പ്രചാരണത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ 14,916 പ്രവാസികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നവംബർ 6-നും 12-നും ഇടയിൽ സുരക്ഷാ സേനയും ഒന്നിലധികം സർക്കാർ ഏജൻസികളും സംയുക്ത പരിശോധനയിൽ 22,156 പേരെ അറസ്റ്റ് ചെയ്തു. യാത്രാ തൊഴിൽ സീസണുകൾക്ക് മുന്നോടിയായി നടപടികൾ ശക്തമാക്കിയതിന്റെ പ്രതിഫലനമാണ് അറസ്റ്റുകൾ എന്നും അധികൃതർ പറഞ്ഞു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 14,027 താമസ നിയമലംഘകർ, 4,781 അതിർത്തി സുരക്ഷാ കുറ്റവാളികൾ, 3,348 തൊഴിൽ നിയമലംഘകർ എന്നിങ്ങനെയാണ് നിയമലംഘകരായ തടവുകാർ. മൊത്തം 22,091 തടവുകാരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി അവരുടെ നയതന്ത്ര ദൌത്യങ്ങളിലേക്ക് റഫർ ചെയ്തു. 4,784 പേരെ സൗദിയിൽ നിന്നും കയറ്റിവിടാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി മാറ്റി. 14,916 പേരെ കേസുകൾ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തി. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 1,924 പേരെ അതിർത്തി പട്രോളിംഗ് സംഘം കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ 62% എത്യോപ്യൻ പൗരന്മാരും 37% യമൻ പൗരന്മാരും ബാക്കിയുള്ളവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. കൂടാതെ നിയമവിരുദ്ധമായി രാജ്യം വിടാൻ ശ്രമിച്ച 32 പേരെ കൂടി പിടികൂടി. മാതൃഭൂമി ന്യൂസ്, റിയാദ്.